അപ്പോൾ മലയാളികൾ മാറി ചിന്തിക്കും അല്ലേ എന്ന് തന്നെ നമുക്ക് കരുതാം. ഇപ്പോൾ ശരിക്കും ഒരു വർഷത്തിന് അടുപ്പിച്ചാണ് ഒരു തെരഞ്ഞെടുപ്പിന് സമയം ബാക്കിയുള്ളത്. മൂന്ന് മുന്നണികളും ഒരു നറേറ്റീവ് സൃഷ്ടിക്കുന്നതിൽ ഫോക്കസ് ചെയ്യാനാണ് സാധ്യത. കാരണം ഈ നറേറ്റീവ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ പരമ്പരാഗതമായി ഏതെങ്കിലും ഒരു മുന്നണിയെ അനുഗ്രഹിക്കുകയും പുറന്തള്ളുകയും ചെയ്യുന്ന ജനങ്ങൾക്ക് മൂന്ന് മുന്നണികളും അവരുടേതായ ആശയങ്ങൾ മുന്നിൽ വെച്ചുകൊണ്ട് ഈ നറേറ്റീവിൽ അവർക്ക് ഡോമിനേറ്റ് ചെയ്യാവുന്ന ആശയങ്ങൾ കൊടുക്കുക എന്നുള്ളതാണ്. കാരണം ഈ രാഷ്ട്രീയം എന്ന് പറയുന്നത് ധാരണകളുടെയും കൂടെയാണ്. പെർസെപ്ഷൻസിനൊരു ഇമ്പോർട്ടൻറ്റ് വാല്യൂ ഉണ്ട്, പ്രധാനപ്പെട്ട ഒരു മൂല്യമുണ്ട്. അപ്പോൾ ഈ മുന്നണി വന്നാൽ എങ്ങനെ ഭരണമുണ്ടാകും, ആ ഒരു ധാരണ സൃഷ്ടിക്കുന്നതിനാണ് നറേഷൻ വേണ്ടത്. ആ നറേറ്റീവാണ് ഇപ്പോൾ പ്രധാനപ്പെട്ട ഇന്ന് കണ്ണൂർ കാസർഗോഡ് ഇടതുപക്ഷ ഗവൺമെൻറ് തുടങ്ങി വെച്ചത്, ഇന്ന് രാജീവ് ചന്ദ്രശേഖർ തൃശ്ശൂരിൽ തുടങ്ങി വെച്ചത്. ഇപ്പോൾ സ്വാഭാവികമായിട്ടും കോൺഗ്രസും UDFും നറേറ്റീവ് തുടങ്ങിയേ പറ്റൂ. അപ്പോൾ ഈ നറേറ്റീവ് ആരോഗ്യപരമായ ചർച്ചകൾ കൊണ്ടുവരട്ടെ. ആര് ജയിക്കും തോക്കുന്നുള്ളതിനോടൊപ്പം തന്നെ എന്തൊക്കെ നയങ്ങളാണ് ഞങ്ങൾ കൊണ്ടുവരാൻ പോകുന്നത്, എന്തൊക്കെ മാറ്റങ്ങളാണ് കേരളത്തിന് കൊണ്ടുവരാൻ പോകുന്നത്, പുതിയ കേരളം എങ്ങനെ വരണം, അങ്ങനെ വരുമ്പോൾ കേരളത്തിലെ തൊഴിലില്ലായ്മ എന്നുള്ള പ്രശ്നം അവസാനിക്കുമോ, ഇവിടെ ചെറുപ്പക്കാർക്ക് ഇവിടെ തന്നെ പഠിക്കാനും ഇവിടെ തന്നെ ജോലി ചെയ്ത് ജീവിക്കാനും കഴിയുമോ, ഇവിടെ സാമൂഹ്യക്ഷേമ പദ്ധതികൾ ഗുണം ചെയ്യുന്ന പാവപ്പെട്ടവർക്ക് അത് വർദ്ധിപ്പിക്കാൻ കഴിയുമോ, അവരുടെ പ്രശ്നങ്ങളെ അഡ്രസ്സ് ചെയ്യാനും കഴിയുമോ, അഴിമതി കുറയ്ക്കാൻ പറ്റുമോ, മയക്കുമരുന്നിൻ്റെ പ്രശ്നങ്ങളിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാൻ കഴിയുമോ, മദ്യപാനത്തിൽ നിന്ന് മയക്കുമരുന്ന് രൂക്ഷമായി സമൂഹത്തെ നശിപ്പിക്കുന്നു, അതിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാൻ കഴിയുമോ. അപ്പോൾ ചുരുക്കത്തിലൊരു പോസിറ്റീവായിട്ടുള്ളൊരു ആഖ്യാനം, നറേറ്റീവ് വിശാലമായി ചിന്തിക്കുന്നവരാണോ മലയാളികൾ? തീർച്ചയായിട്ടും, സംശയമുണ്ടോ? ഇത്രത്തോളം പൊളിറ്റിക്കലി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഒരു സമൂഹമല്ലേ കേരളം, ഒരു ചെറിയ സംസ്ഥാനം. അതേസമയം ജനങ്ങൾ പൊതുവെ വിദ്യാഭ്യാസ സമ്പന്നരാണ്. അതോടൊപ്പം തന്നെ ചാനലുകളും മറ്റ് സോഷ്യൽ മീഡിയ ഉൾപ്പെടെ വളരെ ശക്തമായിട്ട് ജനങ്ങൾക്ക് രാഷ്ട്രീയമായിട്ടുള്ള ഓറിയൻറ്റേഷൻ കൊടുത്തുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ജനങ്ങൾ തീർച്ചയായിട്ടും ചിന്തിക്കും. അല്ലാതെ പഴയതുപോലെ അതിൻ്റെ ആ ചോദ്യം ചോദിച്ചതിനകത്ത് റെലവൻസ് ഞാൻ സന്തോഷത്തോടെ മറുപടി പറയുകയാണ്. മൂന്ന് മുന്നണികൾക്കും നവലിബറൽ സിദ്ധാന്തങ്ങൾക്ക് അകത്ത് നിന്ന് എന്ത് മാറ്റം കൊണ്ടുവരാൻ കഴിയും? ഇപ്പോൾ പഴയ ഇടതുപക്ഷമാണോ ഇപ്പോൾ ഉള്ളത്? ഒരിക്കലുമല്ല. പഴയ ഇടതുപക്ഷം, പഴയ കമ്മ്യൂണിസമൊക്കെ പോയി. ആ സ്ഥാനത്ത് നവലിബറൽ സിദ്ധാന്തത്തിനകത്ത് നിന്ന് എങ്ങനെ അന്തർദേശീയ ധാരണകൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, മുതലാളിത്ത ആശയങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കേരളത്തിൽ നടപ്പിലാക്കാമെന്നാണ് ഇടതുപക്ഷ മുന്നണിയും പറയുന്നത്. UDF അത് തന്നെയാണ് പറയുന്നത്. BJPക്ക് കേന്ദ്രഭരണം ഉള്ളത് കൊണ്ട് അതിൻ്റെ ഒരു ഫ്രെയിംവർക്കിൽ നിന്ന് കേരളത്തെ കാണുന്നു. അപ്പോൾ ചുരുക്കത്തിൽ നറേറ്റീവ് ബിൽഡ് ചെയ്യുമ്പോൾ ഇവിടെ തീർച്ചയായിട്ടും ഇന്നത്തെ ആഗോള പശ്ചാത്തലത്തിൽ വെല്ലുവിളികളുണ്ടെങ്കിലും ആ നവലിബറൽ പശ്ചാത്തലത്തിൽ നിന്ന് തൊഴിലവസരം വർദ്ധിപ്പിക്കുകയും സമാധാനപരമായ ജീവിതം മുന്നോട്ട് കൊണ്ടുപോവുകയും വേണം. അതിനുവേണ്ടിയുള്ള ഡിബേറ്റാണ് ഈ തീർച്ചയായിട്ടും അടുത്ത ഒരു വർഷം ഇത് വളരെ ശക്തമായ ഈ ഡിബേറ്റ് ഉണ്ടാകട്ടെ. അതെല്ലാ പാർട്ടികളും അതിൽ സജീവമായി പങ്കെടുത്താൽ ജനങ്ങൾക്ക് അതിൽ കൂടുതൽ അവർക്ക് ആരെ അനുഗ്രഹിക്കണം, ആർക്ക് പിന്തുണയ്ക്കണം എന്നുള്ള കാര്യത്തിൽ വ്യക്തതയുണ്ടാകും. ഓക്കെ, കേരളം വികസിക്കണം, പുരോഗതിയിലേക്ക് കുതിക്കാൻ സഹായകരമായ ഭൗതിക സാഹചര്യങ്ങൾ നമുക്കുണ്ടെങ്കിലും അവ ഫലപ്രദമായി പ്രയോജനപ്പെടുത്താൻ കേരളം മാറി മാറി ഭരിച്ച ഇടത് വലത് മുന്നണികൾക്ക് സാധിക്കുന്നില്ല. അവിടെയാണ് വികസിത കേരളം എന്ന ലക്ഷ്യവുമായി BJP അവതരിച്ചിരിക്കുന്നത്. കേരളത്തിൽ BJP മുന്നോട്ട് വയ്ക്കുന്ന രാഷ്ട്രീയത്തെ അന്ധമായി എതിർക്കുക ഒരു ശീലമാക്കിയവരുണ്ട്. അവരുടെ കാഴ്ചപ്പാടുകൾ പൊളിച്ചെഴുതി അവരെ കൂടെ നിർത്താൻ സാധിക്കുമെന്ന വിശ്വാസമാണ് രാജീവ് ചന്ദ്രശേഖറിൻ്റെ നേതൃത്വത്തിന് ഉള്ളത്.